അതുകൊണ്ടാണ് ഈ കാര്യം ജസ്റ്റ് നിങ്ങൾ തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കാര്യം നടക്കും. പക്ഷെ അതിൻ്റെ കൂടെ ഒരു പ്രോസസ്സായിക്കൊണ്ട് നമ്മുടെ ശാരീരികമായിരിക്കുന്ന ആക്ടിവിറ്റി കൂടി അതിൻ്റെ കൂടെ ഇൻവോൾവ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. അത് പറയുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങൾ എപ്പോഴാണോ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പോയിട്ട് ഈശ്വരൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരനുമായിട്ടുള്ള ക്ലോസ് റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് ശേഷമാണ് നിങ്ങൾ ഈ വാക്കുകൾ പറയുന്നതെങ്കിൽ ഈ വാക്കുകൾക്ക് 100 മടങ്ങ് പവർ ആവും. കാരണം ഞാൻ ഈശ്വരൻ്റെയാണെന്നും ഈശ്വരൻ എൻ്റെയാണെന്നും ഭഗവാൻ എൻ്റെയാണ്, ഞാൻ ഭഗവാന്റെയാണ് എന്ന ഒരു ഫീലിൽ നിന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്കുകളുടെ ഈ മന്ത്രത്തിൻ്റെ ശക്തി 10 മടങ്ങായിരിക്കും. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാര്യം പറഞ്ഞുതരാൻ പോവുകയാണ്. ഞാൻ അവർ ചെയ്ത് വായിച്ചു കേൾക്കുകയാണ്. ഞാനിത് പ്രാക്ടീസായിട്ട് പലവട്ടം നമ്മൾ മാസ്റ്റർ സർവ്വശക്തിവാനാണ്, സമ്പന്നനാണെന്നുള്ള കാര്യം ചെയ്യും. എൻ്റെ ലൈഫിൽ വേണ്ടതായിട്ടുള്ള സമൃദ്ധി, എനിക്ക് ആവശ്യം വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതും വളരെ നല്ലൊരു കാര്യമാണ്. അത് ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ഒരു ഡിഫറെൻറ്റ് വേല് കിട്ടി എനിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാണ്. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വേണം ചെയ്യാൻ. ആ മുറിയിൽ വേറെ ആരുമില്ലാത്ത രീതിയിൽ. മീൻസ് ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അവിടുത്തെ മറ്റു വൈബ്രേഷൻസിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ, മറ്റുള്ളവരെ തോട്ട് കൊണ്ട് നിങ്ങൾക്കൊരു ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ, ഇതൊക്കെ ആരോടും പറയാതെയും ആരും കാണാതെയും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. വീട്ടിലേതെങ്കിലും ഒരു സ്ഥലത്ത്, ഇനി സപ്പോസ് എനിക്ക് അങ്ങനൊരു സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യുന്ന ആരും കാണാത്ത നിമിഷങ്ങളെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തൽക്കാലം ആ ചെയ്യുന്ന സമയത്ത് മുറിയിൽ ആരെങ്കിലും ഉണ്ടാകും, ഉറപ്പാണ്, നിവൃത്തിയില്ല എങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം എന്നോട് ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നാലും ഇതൊരു പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ ആദ്യം തന്നെ ഒരു പറ്റുമെങ്കിൽ ക്ലീൻ ആയിരിക്കുന്ന, കുളിച്ച് ശുദ്ധമായിരിക്കുന്ന നിമിഷം, രാവിലെ കുളിച്ചു വരുമ്പോൾ രാത്രി ഉറങ്ങാൻ പോകുന്നേക്കാൾ മുന്നാണ് ചെയ്യാൻ ഏറ്റവും നല്ലതായിട്ടുള്ള സമയം. കുളിച്ച് ശുദ്ധമായി വന്ന ശേഷം നമ്മുടെ 2 കൈകളെയും റിസീവിങ് മോഡിലേക്ക്, ഈ രീതിയിലേക്ക് നമ്മൾ പിടിക്കണം. ഇതിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച ശേഷം സങ്കല്പിക്കുക, ഈശ്വരൻ്റെ ഫുള്ളായിരിക്കുന്ന ഊർജം, ആ പ്രകാശം ഭഗവാൻ പരമജ്യോതിയായിരിക്കുന്ന പരമാത്മ തലയുടെ മേലെ വന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് എല്ലാ സമൃദ്ധിയെയും പ്രവഹിപ്പിക്കുകയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് വേണം പറയാൻ, ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാൽ സ്വരൂപമാകുന്നു. ആ സമൃദ്ധി ഇപ്പോൾ എന്നിൽ പ്രകടമാകുന്നു. ഇതാണ് വചനം പറയേണ്ടത്. ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാൽ സ്വരൂപമാകുന്നു. ആ സമൃദ്ധി ഇപ്പോൾ എന്നിൽ പ്രകടമാകുന്നു എന്ന് പറയാം. നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹാർട്ട് എന്ന് വരുന്ന വാക്കായിരിക്കും അത്.